കൊച്ചി കുക്കീസ് സി കേരളം സൂപ്പർ ബമ്പറിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സ്ഥലം നെടുമങ്ങാടിനടുത്ത് കരിപ്പൂര് ശ്രീ ഭഗവതി ക്ഷേത്ര നടയിലാണ്. അവിടുത്തെ നടയിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടുത്തെ ഗ്രൗണ്ടിലാണുള്ളത്. അതിൽ ഒരുപാട് പേര് കൂടി നമ്മുടെ കലാകാരന്മാർ ഒരുപാടുണ്ട്. ഇതൊരു കലാകാരൻ നിൽക്കുന്നു. എന്താണ് പേര്? അനന്തഗോപാലേ. കുറിയൊക്കെ തുടങ്ങിയിരിക്കുവല്ലേ? പാട്ട് പാടുവോ? അപ്പം പേരെന്ന് പറഞ്ഞേ? അനന്തഗോപാൽ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നന്നായിട്ടൊരു പാട്ടങ്ങ് പഠിക്കും. പിടിച്ചേക്കാം. അഞ്ഞു പിടിച്ചു. റെഡി? തുടങ്ങിയോ? തരകപ്പെണ്ണാണേ കതിരാടും മിഴിയാണേ തമ്പുരാനെത്തിടും മുമ്പേ കരിഞ്ഞ എന്നെ ഇങ്ങനെ നിൽക്കുന്ന കൈയടിച്ച് ചിരിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. അടിക്കേ. തരകപ്പെണ്ണാണേ കതിരാടും മിഴിയാണേ തമ്പുരാനെത്തിടും മുമ്പേ കരിഞ്ഞാടും കോര പറിച്ചാട്ടെ തകതകതാത്തിനം തകത്തെയ്താര തകദിനം തകത്തെയ്താര താത്തിനം തകതകദിനം തകതകദിനം തകത്തെയ്താര താത്തിനം തകത്തെയ്താര തകദിനം തകത്തെയ്താര താത്തിനം തകതകദിനം തകതകദിനം തകത്തെയ്താര. സൂപ്പർ. നല്ലൊരു കൈയടി കേട്ടോ. ഇനിയിപ്പോ നമുക്ക് കാര്യങ്ങളിലേക്കൊക്കെ കിടക്കേണ്ട സമയമായിട്ടുണ്ട്. സൂപ്പർ ബമ്പർ കളിക്കുവാനായിട്ട് ഏകദേശം 4-5 പേരെ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് 5 കണ്ടസ്റ്റന്റിനെ സ്വാഗതം ചെയ്യാം. നല്ല ക്ഷേത്രത്തിന്റെ വൈസ് പ്രസിഡന്റ്. ഒരു കൈയടി. എന്റെ പേര് ചന്ദ്രമോഹൻ. ഞാൻ മുഹൂർ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്നു. അതെ അല്ലേ? അദ്ദേഹം? എന്റെ പേര് പ്രജിത്ത് എന്നാണ്. ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞ് PSC കോച്ചിങ് നടക്കുകയാണ്. ഓക്കെ. അപ്പൊ ജോലി കിട്ടും. സെക്രട്ടേറിയറ്റ് എഴുതുന്നുണ്ടോ? എഴുതുന്നുണ്ട്. ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. ശ്രമിച്ചാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. അത്രേ ഉള്ളൂ. ഓക്കെ. ചേച്ചി എന്നാ ഉണ്ട് വിശേഷം? പേര്? ശാലിനി. ചേച്ചി എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. ഹസ്ബൻഡ്? രാധാകൃഷ്ണൻ. വന്നിട്ടുണ്ടോ അവിടെ? വന്നിട്ടില്ല. സൗദിയിലാണ്. കുട്ടികള്? 2 മക്കളുണ്ട്. അവരുണ്ട് ഇവിടെ? മക്കളുണ്ട്. ഓക്കെ. ഒരുപാട് സന്തോഷം. അപ്പൊ ബമ്പർ നമുക്ക് നേടണം. മോളെ എന്തുണ്ട്? മുക്കുത്തിയൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് വന്നിരിക്കുകയാണ്. എന്താ പേര്? എന്റെ പേര് വൈഷ്ണവി. പാട്ട് പാടും വൈഷ്ണവി? ഇല്ല, പാടില്ല. ഞാൻ അങ്ങനെ ചെയ്യല. ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരാളല്ല. ഞാൻ പാട്ട് പാടില്ല അല്ലേ? ഓക്കെ. അപ്പം നമുക്ക് എന്തായാലും ഗെയിമിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്. അപ്പം ഇതിൽ ആരാണ് ആദ്യത്തെ എൻട്രി എന്ന് നമുക്ക് അറിയില്ല. എങ്കിൽ തന്നെയും ഞാനൊരു ചുമ്മാ സിമ്പിളായിട്ടൊരു കുസൃതി ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ അതിന് ഉത്തരം പറയുകയാണെങ്കിൽ അവരായിരിക്കും ആദ്യത്തെ കളിക്കാനായിട്ട് വരുന്നത്. അപ്പം എല്ലാവരും 5 പേരെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് ഫസ്റ്റ് ഗെയിമിലേക്ക് പോവുകയാണ്. ഉത്തരം ആദ്യം പറയുന്നവർ ആദ്യം കൈപൊക്കുക കേട്ടോ. റെഡി? ശ്രദ്ധിച്ചു കേൾക്കുക. കണ്ണുള്ളവനും കണ്ണില്ലാത്തവനും ഒരുപോലെ കാണാൻ പറ്റുന്ന എന്താണ്? പെട്ടെന്ന് പറയൂ. യെസ്. എന്താണ്? തീർച്ചയായിട്ടും ശരിയാണ്. പേരെന്താ മോടെ? വൈഷ്ണവി. നല്ലൊരു കൈഡി. ആദ്യത്തെ ഗെയിമിൽ ആദ്യത്തെ ലെവലിൽ മത്സരിക്കുവാനായി പേരെന്താണ്? വൈഷ്ണവിയാണ് എത്തിയിരിക്കുന്നത്. നല്ലൊരു കയ്യടി. ഏതായാലും നമുക്ക് ഗെയിം ആരംഭിക്കേണ്ടതുണ്ട്. വൈഷ്ണവിയെ ആദ്യത്തെ ഗെയിമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമ്മള് വൈഷ്ണവി ആദ്യത്തെ ഗെയിമിലേക്ക് കടക്കുകയാണ്. 1000 രൂപയ്ക്കുള്ള ഗെയിമാണ്. ഗെയിമിന്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. എങ്കിൽ തന്നെയും ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ശ്രദ്ധിക്കുക. സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 10000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാമത്തെ റൗണ്ട് 20 സെക്കൻഡാണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസായ 25000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 10000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആദ്യത്തെ ഗെയിമിലേക്ക് നമ്മൾ കടക്കുകയാണ്. വൈഷ്ണവി അതിന്റെ അകത്തുനിന്ന് ഒരെണ്ണം എടുത്തോളൂ. ആദ്യത്തെ ഗെയിമിന്റെ പേര് ബൂമറാങ് എന്നാണ്.
അപ്പോൾ നമുക്ക് ആദ്യത്തെ ഗെയിമിലേക്ക് പോകാം. ബൂമറാങ് ആണ് ആദ്യത്തെ ഗെയിം. എന്താണെന്ന് മനസ്സിലായിട്ടില്ല അല്ലേ? എന്താണെന്ന് വെച്ചാൽ 120 സെക്കൻഡാണ് സമയമുള്ള ഈ ഗെയിമിന്. ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കണം. ഇങ്ങനെ നിന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബോൾ ഇരിപ്പുണ്ട്. ബോള് ഇതിലേക്ക് എറിയുക, എറിഞ്ഞിട്ട് ആ തിരിച്ചു വരുന്ന ബോള് ഇതിൽ പിടിക്കുക, ഇവിടെ കൊണ്ടുപോയി ഇടുക. മനസ്സിലായില്ലേ? അപ്പൊ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 120 സെക്കൻഡിനുള്ളിൽ 3 ബോളാണ് അതിലെറിഞ്ഞ് പിടിച്ചു കൊണ്ടുപോയി ഇടേണ്ടത്. വൈഷ്ണവി റെഡിയല്ലേ? പോയി നിന്നോളൂ. വെറും 3 ബോൾ പിടിച്ചിട്ടാ മതി. 1000 രൂപയുടെ ആദ്യത്തെ കളിയാണ് വൈഷ്ണവി കളിക്കാൻ പോകുന്നത്. അപ്പോ ഗെയിം സ്റ്റാർട്ട്. കൈയടിക്ക. 120 സെക്കൻഡിനുള്ളിൽ 3 ബോള്, വെറും 3 ബോള്. വൈഷ്ണവി ശ്രദ്ധിച്ച് കളിക്ക്. 120. ആ കൊണ്ടിടാ. കയ്യടി കയ്യടി. ശ്രദ്ധിച്ച്. 30 സെക്കൻഡ് കഴിഞ്ഞു. 35 സെക്കൻഡ് ചെയ്തോ. ശ്രദ്ധിച്ച് ചെയ്യ, ശ്രദ്ധിച്ച് ചെയ്യ, ശ്രദ്ധിച്ച് ചെയ്യ. ഓ വൈഷ്ണവി ശ്രദ്ധിച്ച്. ഓ 1 മിനിറ്റും 10 സെക്കൻഡിലും വിൻ ചെയ്തിരിക്കുകയാണ് വൈഷ്ണവി. കൺഗ്രാറ്റ്സ്. അടുത്ത ഗെയിമിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. വൈഷ്ണവി അടുത്ത ഗെയിമിലേക്ക് പോകാൻ റെഡിയാണെന്ന് പറഞ്ഞു. ഏതായാലും നമുക്ക് ഒരു പെർഫോമൻസ് കാണാം അല്ലേ? അതിന് മുന്നേ ഏതായാലും അടുത്ത ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ പെർഫോമൻസ്.
ഞെട്ടിച്ചു കളഞ്ഞു കേട്ടോ ഡാൻസ്. ഒരു രക്ഷയില്ലായിരുന്നു. എന്നാലും വളരെ മനോഹരമായിരുന്നു. ഈ കുട്ടികൾക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം അല്ലേ നമുക്ക്? സി കേരളം സൂപ്പർ ബമ്പറിൽ വൈഷ്ണവിയാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഗെയിമിൽ വൈഷ്ണവി 1000 രൂപ നേടിയിരിക്കുകയാണ്. വൈഷ്ണവിയുമായുള്ള കടം ഇപ്പോൾ തീർക്കാൻ പോവുകയാണ്. ആദ്യത്തെ ഗെയിമിലെ 1000 രൂപയാണ് വൈഷ്ണവി നേടിയെടുത്തിരിക്കുന്നത്. പിടയ്ക്കുന്ന 2 500 നോട്ട്. വൈഷ്ണവി ഹാപ്പി അല്ലേ? ഹാപ്പി. കാപ്പി കുടിച്ചോ? ഇത് എനർജി ഇല്ലല്ലോ. കയ്യടി പോരാ കേട്ടോ. 1000 രൂപ കിട്ടിയിട്ട് വൈഷ്ണവിക്ക് നിങ്ങൾ സപ്പോർട്ടില്ലേ? നന്നായിട്ട് സപ്പോർട്ട് കൊടുത്തേ. ഏതായാലും വൈഷ്ണവി 2000 രൂപയ്ക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ കളിയിൽ വൈഷ്ണവി റെഡിയാണോ? റെഡിയാണ്. ഓക്കെ. വൈഷ്ണവിയുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? എനിക്കൊരു IPS ഓഫീസർ ആകാനാണ് ആഗ്രഹം. ഇപ്പം പഠനത്തിൽ തുടങ്ങിയോ? IASനുള്ള പഠനം തുടങ്ങിയോ? ഫൗണ്ടേഷൻ ക്ലാസ്സിന് പോകുന്നുണ്ട്. ഓക്കെ. അപ്പം കൊച്ചുകൂടെ ഒന്ന് എനർജി ആവുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇതൊരു എന്താ പറയാ, നമുക്കൊരു തുടക്കം എന്ന നിലയ്ക്ക് നമുക്ക് കൂട്ടാം. ഏതായാലും രണ്ടാമത്തെ ഗെയിമിലേക്ക് പോവുകയാണ് വൈഷ്ണവി. അപ്പം പണിപ്പെട്ടിയിൽ എന്ത് പണിയാണ് വൈഷ്ണവിയെ കാത്തിരിക്കുന്നത്, ഏത് ഗെയിമാണ് വൈഷ്ണവിക്ക് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. വാ വൈഷ്ണവി. വൈഷ്ണവിയെ കാത്തിരിക്കുന്ന ഗെയിം 2000 രൂപയ്ക്കുള്ള ഗെയിം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അത് പറയുന്നതിന് മുമ്പ് ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. വൈഷ്ണവിയാണ് 2000 രൂപയ്ക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. 2000 രൂപയുടെ ഗെയിം ഏതാണ്? കാറ്റ് വന്ന് വിളിച്ചപ്പോൾ. കാറ്റ് വന്ന് വിളിച്ചപ്പോൾ ഈ ഗെയിമാണ് വൈഷ്ണവി ചെയ്യാൻ പോകുന്നത്. 2000 രൂപയ്ക്ക് വേണ്ടിയുള്ള ഗെയിമാണ് കേട്ടോ വൈഷ്ണവി. ആണോ? ആണോ. അപ്പൊ IPS കാരിയാവും അല്ലേ? പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്? വീട്ടില് അച്ഛൻ, അമ്മ, അനിയൻ, പിന്നെ ഞാൻ എല്ലാരും ഉണ്ടല്ലേ. പിന്നെ ഈ IPS മോഹൻ തലയിലേക്ക് കയറാനുള്ള കാരണം എന്താണ്? സിനിമ കണ്ടിട്ടാണോ? സിനിമ കണ്ടിട്ടൊന്നുമല്ല. അതിന് പ്രചോദനം ഉണ്ടോ? എല്ലാവർക്കും നമുക്കൊരു പ്രത്യേക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു പ്രത്യേക ലക്ഷ്യവും ഒക്കെ ഉണ്ടാവും. എന്താണ്? പ്രധാനമായിട്ടും അതായത് സ്ത്രീകളുടെ ഉന്നമനം, അപ്പോ അവരുടെ പുരോഗമനം. അപ്പൊ അവരിങ്ങനെ സമൂഹത്തിന്റെ അടിത്തട്ടില് കിടക്കാനുള്ളവരല്ലോ, ഉയർന്നു വരേണ്ടതാണ്. അപ്പോ അതിനൊരു കരുത്ത് എന്നുള്ള ഒരു രീതിക്ക് അതിഷ്ടാണ്. പിന്നെ പറയുകയാണെങ്കിൽ എന്റെ അമ്മയ്ക്ക് വലിയ ഇഷ്ടമുള്ള ജോലിയാണ്. അമ്മയുടെ ഇഷ്ടം അവിടെ നിൽക്കട്ടെ. വൈഷ്ണവിയുടെ ഇഷ്ടം പറഞ്ഞു. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഉന്നമനം. ഈ സ്ത്രീകളെ ഇനി വൈഷ്ണവി IPS കാരി ആയി, IAS കാരി ആയി എന്ന് വിചാരിച്ചു ആയി. എന്തായിരിക്കും വൈഷ്ണവിയുടെ ഒരു സ്റ്റൈലിൽ ആദ്യമായിട്ട് വൈഷ്ണവിക്ക് കുറേ സ്വാതന്ത്ര്യമുണ്ട് ഈ മേഖലയിൽ എന്ന് വിചാരിക്കുക. എന്തായിരിക്കും വൈഷ്ണവി ആദ്യമായിട്ടൊരു ചേഞ്ച് വരുത്താൻ പോകുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്? ചേഞ്ച് വരുത്താന്ന് പറയുമ്പോൾ ഏതൊരു സ്ത്രീക്കും ഏറ്റവും ഒരു ഭയങ്കര ആഗ്രഹമുള്ള കാര്യമായിരിക്കും ഏതൊരു സ്ഥലത്തും ഏതൊരു സമയത്തും സ്വതന്ത്രമായിട്ട് ഇറങ്ങി നടക്കുക എന്നുള്ളത്. നമ്മുടെ ഒരു സ്വാതന്ത്ര്യമാണത്. പക്ഷെ ഇപ്പൊ പുരുഷന്മാർക്ക് മാത്രമുള്ള ഒരു ഇതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതിലൊരു ചേഞ്ച് വരണം. നല്ലൊരു കയ്യടി സ്ത്രീകളുടെ ഭാഗത്തുനിന്ന്. പുരുഷന്റെ സഹായം ഇല്ലാണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു കരുത്ത് സ്ത്രീകൾക്ക് ഉണ്ടാവണം. അത് രാത്രി എന്നായാലും പകലെന്നായാലും ഒരുപോലെ. ഏതായാലും നമുക്ക് അടുത്ത ലെവലിൽ കളിക്കേണ്ടതുണ്ട്. അടുത്ത ഗെയിം നമുക്ക് തുടങ്ങാം. കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്താണ് ഗെയിം? 100 സെക്കൻഡിനുള്ളിൽ ഇങ്ങനെ ഇവിടെ ഒരു കുഴൽ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ അകത്തേക്ക് വലിച്ചിട്ട് ഓരോ കുപ്പിയുടെ മുകളിൽ കൊണ്ടുപോയി വെക്കുക. 100 സെക്കൻഡിനുള്ളിൽ വലിച്ച് കൊണ്ടുപോയി. മനസ്സിലായി എങ്ങനെയാന്ന്? നൂറ് സെക്കൻഡിനുള്ളിൽ എല്ലായിടത്തും. നല്ല കൈയടിച്ചേ. ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ട് വെച്ചതല്ലേ. ഇതൊക്കെ പറയാൻ എളുപ്പ, ചെയ്യാനാ പാട്. എന്തായാലും ഇതാണ് ഗെയിം കേട്ടോ. മനസ്സിലായില്ലേ? 100 സെക്കൻഡാണ് സമയം. നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. വൈഷ്ണവിയാണ് 2000 രൂപയുടെ ഗെയിമിന് വേണ്ടി കളിക്കുന്നത്. സൂപ്പർ ബമ്പറിൽ കളിക്കാൻ പോകുന്നത് വൈഷ്ണവിയാണ്. നാളത്തെ IPS കാരിയാണ്. റെഡി, സ്റ്റാർട്ട്. നല്ല കൈയടി. നിങ്ങളുടെ നാട്ടുകാരുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ IAS കാരി IPS കാരി ആവുള്ളൂ. ഇത് തുടക്കാണ്. ഇതാണ് പറഞ്ഞത്. അമ്മ പറയാറില്ലേ സമയത്ത് ഭക്ഷണം കഴിക്കണമെന്ന്. സമയം കുറഞ്ഞോണ്ടിരിക്കുകയാണ്. ഒരു ഇടിയപ്പം കഴിച്ചിട്ട് കാര്യമില്ല. അടി പിടിച്ചു. ഇത് അടുപ്പിൽ നിന്ന പോലെ ആയിപ്പോലെ. ഇങ്ങോട്ട് വലിക്കും, അങ്ങോട്ടല്ല. എങ്ങോട്ട് വലിക്കും മക്കളെ? പോരുന്നില്ലേ? ഇന്ന് തൊട്ട് വൈഷ്ണവി വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കും. വായുടെ അകത്തോട്ട് വലിക്കുക. അകത്തോട്ട് വലിച്ചു. കുടലകത്തോട്ട് വെച്ച് വലിച്ചോ. ഒന്നും നോക്കണ്ട. സിമ്പിൾ ഒരു ഗെയിമാണ്. വളരെ സിമ്പിൾ ഗെയിമാണ്. വളരെ കളയല്ലേ. ഏറ്റവും സിമ്പിൾ ഗെയിമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അകത്തോട്ട് വലിക്കുക.
കൂടുതൽ അകത്തോട്ട് വെച്ച് വലിക്കുക. മക്കളെ സിമ്പിൾ ഗെയിമാണ്. സമയം പൊക്കോണ്ടിരിക്കുന്നു. ഒരുമിച്ചാവാറായി. സെക്കൻഡ് 100 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. ആഞ്ഞു പിടിക്കുക. കണ്ടോ പോരുന്നേ. 60 സെക്കൻഡായി. 60 സെക്കൻഡായി. മക്കളെ വിടല്ലേ, എളുപ്പമാണ്. ഓ മക്കളെ ആഞ്ഞു പിടിക്കുക. നല്ല കൈയ്യടി കൊടുക്ക. ഓ 30 സെക്കൻഡേ ബാക്കിയുള്ളൂ. 30 സെക്കൻഡ്. മക്കളെ കളയല്ലേ. 30 സെക്കൻഡേ ബാക്കിയുള്ളൂ. ഓ സിമ്പിൾ ഗെയിമാണ്. ഇപ്പോഴാണ് ടെക്നിക്ക് പിടികിട്ടിയത്. മാക്സിമം 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 മാക്സിമം. ഓക്കെ, 10 സെക്കൻഡേ ഉള്ളൂ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. സാരമില്ല, കേട്ടോ, വിഷമിക്കണ്ട. ഏതായാലും ഒന്നാഞ്ഞ് കൈയടിച്ച്. ഇത് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട് വൈഷ്ണവി. ഇനി ഇത് ചെയ്യാൻ ധൈര്യമുള്ള ആരെങ്കിലും പുറത്തുനിന്നുണ്ടോ? അവർക്ക് ഒരു നല്ല സമ്മാനം ഉണ്ട്. പൈസയല്ല, നല്ലൊരു സമ്മാനം. ആരുണ്ടോ? സ്ത്രീകളുടെ ഭാഗത്ത് ആരെങ്കിലുണ്ടോ? യെസ്, നമുക്ക് തുടങ്ങാം. തുടങ്ങിയാണ്. പേരെന്താണ്? വിന്ധ്യയാണ്. വിന്ധ്യ, തുടങ്ങാം. വിന്ധ്യ. മണ്ണെണ്ണ ഒഴിച്ചിട്ട് ആദ്യം വെക്കണം. കാപ്പിപ്പൊടി എടുത്തോണ്ട് വെച്ചിട്ടുണ്ട് നമ്മൾ. ഓർക്കുക, ഭർത്താവിന് ജോലിക്ക് പോകേണ്ടതാണ് രാവിലെ. ആ അങ്ങനെ പുറകോട്ട് വലിക്കുക. പുറകോട്ട് വലിക്കുക. ആഞ്ഞു പിടിക്കുക. ഓടി വന്നപ്പം ജ്യൂസ് കുടിക്കുന്ന പോലെ എളുപ്പത്തിൽ കുടിക്കാന്ന് കരുതിയാ. ആഞ്ഞു പിടിച്ചേ. ആ പോട്ടെ, ശ്രമിച്ചത് പറ്റുമെന്നേ. കാപ്പി തിളച്ചിട്ടുണ്ടോ? തോറ്റോ? തോറ്റോ? ഓക്കെ, നമ്മള് വിടില്ല. ഗട്സുള്ള ആണെങ്കിലും വല്ലതും ഉണ്ടോ? ആടെ കയറിക്കോട്ട് കണ്ണാടി. പറഞ്ഞു ഏത് ക്ലാസ്സിലാ? 9. കുളിക്കാം. റെഡി? പഠിച്ചിട്ട് പോയാൽ മതി. പഠിക്കും. ആ അങ്ങനെ എടുത്ത്. ആ ആ ആ പരിപാടി 1 മണിക്കൂർ ഉള്ളു കേട്ടോ. നമ്മളേത് 1 മണിക്കൂർ ഷോ ആണിത്. തൃപ്തിയായി. മതി മതി, സമയം കഴിഞ്ഞു. ഒരുപാട് സമയമായി. കൊള്ളായിരുന്നു കേട്ടോ. എന്തായാലും ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. ഓക്കെ, ഒരാളൂടെ പോരെ. ഒരു വലിയ ഒരു മുതിർന്ന ആള്. ആ ഇവന്റെ പപ്പയും അമ്മയും കാണിക്കാൻ, അപ്പനെയും അമ്മയും കാണിക്കാൻ മുതിർന്ന ആളെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചാടി വീണു. മുതിർന്ന ആളായല്ലേ? ഓക്കെ, എന്താ പേര്? ഹരി. ഹരി. ഹരി എന്ത് ചെയ്യുന്നു? +1 പഠിക്കുന്നു. ഓക്കെ, ഏതായാലും ഹരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആ മുതിർന്നയാള് പണി തുടങ്ങിയിരിക്കുകയാണ്. ഓക്കെ, ഓക്കെ, സമയം സാർ 20 സെക്കൻഡ് കൂടെ ഉള്ളൂ.
20 സെക്കൻഡ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ മതിയായോ? മതിയല്ലേ? ഓക്കെ. ഏതായാലും ഗെയിമിൽ തോക്കുന്നതിലല്ല, ഇവർ നടത്തിയ ഒരു അറ്റംപ്റ്റ് ഉണ്ടല്ലോ, ഈ കുട്ടിയൊക്കെ ആണെങ്കിലും ഓടി വന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. എവിടെയും നമുക്ക് പറഞ്ഞില്ല, ഇടിച്ച് നിന്നാ പിടിച്ചു കയറാന്ന്. എത്ര ഉള്ളല്ലേ? ശരിയല്ലേ? തോൽവിയിലൊന്നുമില്ല കാര്യം, ഇനി നമുക്ക് ജയിക്കാമല്ലോ. ഏതായാലും ഒരുപാട് സന്തോഷം. നല്ലൊരു കൈയടി അവർക്ക്. സി കേരളം സൂപ്പർ ബമ്പർ. പ്രിയങ്കരിയായ നമ്മുടെ സ്വപ്നങ്ങൾ ഒരുപാടുള്ള വൈഷ്ണവി ഇവിടുന്ന് പോയി. അടുത്ത 4 കണ്ടസ്റ്റന്റ് വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം ഗംഭീരമായിട്ട് ആൻസർ ചെയ്യാനും കളിക്കാൻ തയ്യാറായിട്ടുമാണ് ഇവർ വന്നിരിക്കുന്നത്. ചെറിയ ഒരു ചോദ്യം ചോദിക്കും. ആൻസർ ചെയ്യാൻ താല്പര്യമുള്ളവർ ആദ്യം കൈവക്കുക. ശരിയാണെങ്കിൽ അടുത്ത ഗെയിമിലേക്ക് നമുക്ക് പോകാം. ചോദ്യം ചോദിക്കും, പുറത്തുനിന്നുള്ളവർ മറുപടി പറയരുത്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മമ്മൂട്ടിയാണ് മോഹൻലാലിനാണ് ഇഷ്ടം? മോഹൻലാലിനാണ് ഇഷ്ടം. മോഹൻലാലിനാണ് ഇഷ്ടം. മമ്മൂട്ടിയാണ് ഇഷ്ടം. മോഹൻലാലിന്. ഒരാളെ മമ്മൂട്ടിയും ബാക്കിയുള്ളവർ മോഹൻലാലിനെയാണ് ഇഷ്ടപ്പെടുന്നത്. നാട്ടുകാരിൽ മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്നവരെന്ന് കൈയടിച്ചേ. മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവരെന്ന് കൈയടിച്ചേ. ഓക്കെ, ഇവർക്കുള്ള എൻട്രി ചോദ്യം ഇതാണ്. മമ്മൂട്ടിയുടെ വയസ്സെത്ര? 66. തീർച്ചയായിട്ടും മമ്മൂട്ടിയുടെ പ്രായം 67 നല്ലൊരു കയ്യടി. തീർച്ചയായിട്ടും ശാലിനി ചേച്ചിക്ക് നല്ലൊരു കയ്യടി അടി കൊടുക്കേണ്ടതുണ്ട്. വെറുതെ ഒരു ഫാനല്ല, മമ്മൂട്ടിയുടെ കട്ട ഫാനാണ്. വെരി ഗുഡ്. ആണോ? മമ്മൂട്ടിക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. മമ്മൂട്ടി സിനിമകൾ കാണാറുണ്ടോ? തിയേറ്ററിൽ പോയി കാണാറില്ല, എന്നാലും പറ്റുന്ന പോലെയൊക്കെ കാണുന്നുണ്ടല്ലേ? ഓക്കെ, മമ്മൂട്ടിയുടെ ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് പറഞ്ഞു. ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ. ആ, പിന്നെ വേറെ കിങ്ങിലെ ഡയലോഗ്. സെൻസ് ഉണ്ടാവണം, സെൻസ്. ഒരു തെരുവ് മുഴുവൻ കത്തിച്ചാമ്പലാവുമ്പോൾ എംപിയുടെ കൊട്ടാരത്തിൽ അറിയോ റൈഫിൾ പോലീസിന്റെ കാവൽ, അന്തപുരത്തിൽ തിരുവറിഞ്ഞു കിടക്കുന്ന അയാളുടെ പട്ടമഹിഷിക്ക് ബ്ലാക്ക് കാർഡ് പ്രൊട്ടക്ഷൻ, അതും പോരാഞ്ഞിട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് കിടക്കുന്ന അയാളുടെ അമ്മായിയപ്പന്റെ നെഞ്ചത്ത് സ്റ്റേറ്റ് പോലീസിന്റെ സെറമോണിയൽ പരേഡ്. ഓക്കെ, ഏതായാലും അടുത്ത ഗെയിം തുടങ്ങാൻ പോവുകയാണ്. ശാലിനി ചേച്ചിയാണ് സി കേരളം സൂപ്പർ ബമ്പറിൽ മത്സരിക്കാൻ പോകുന്നത്. ആദ്യത്തെ ഗെയിമിൽ, ആദ്യത്തെ ലെവലിൽ ആദ്യത്തെ ഗെയിം ഏതാണെന്ന് നോക്കാം. നമുക്ക് പണപ്പെട്ടിയും പണിപ്പെട്ടിയുമുണ്ട്. പണപ്പെട്ടിയിൽ എന്താണെന്ന് നമുക്കറിയണം. ചേച്ചിക്ക് വേണ്ടിയുള്ള ഗെയിം ഏതാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കയ്യാലപ്പുറത്ത് ഗെയിം നമുക്ക് തുടങ്ങേണ്ടതാണ്. എന്താണ് ഈ കയ്യാലപ്പുറത്ത് എന്ന് പറഞ്ഞ ഗെയിം? കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ. സംഭവം മനസ്സിലായല്ലോ? അവിടെയും ഇല്ല ഇവിടെയും ഇല്ല, അല്ലെ? ഏതായാലും ഈ ഗെയിം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് പെട്ടെന്ന് ഒരു പെർഫോമൻസ് കണ്ടിട്ട് വരാം, അല്ലെ?
ഹൈസ്കൂളിന്റെ പുലിക്കുട്ടികളാണ് ഇവിടെ ഡാൻസ് ചെയ്തത്. ഗംഭീര ഡാൻസ് ആയിരുന്നു, ഒരു രക്ഷയില്ലാത്ത ഡാൻസ് ആയിരുന്നു, ഗംഭീര ഡാൻസ്. നല്ലൊരു കയ്യടി കൊടുക്കാം നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക്. ഏതായാലും ഈ ഗെയിമിന്റെ പേരാണ് എന്താണ്? കയ്യാലപ്പുറത്ത്. ഏതായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പേ ഗെയിം എന്താണെന്ന് പറയാം. ഇവിടെ 1, 2, 3, 4, 5 5 കുപ്പി ഇരിപ്പുണ്ട്. ഓരോ കുപ്പിയുടെ മുകളിൽ ഈ ഒരു ഗ്ലാസ് എടുത്ത് വെക്കുക. ഗ്ലാസ് നേരെ വെച്ചിട്ട് അതിനകത്ത് ഒരു ബോൾ ഇടുക, എന്നിട്ട് നേരെ കൊണ്ടുപോയി ഇവിടെ വെക്കുക. 120 സെക്കൻഡാണ് ചേച്ചി സമയം. ഓക്കെ, കാരണം ഇഷ്ടംപോലെ സമയമുണ്ട്. 120 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. 1000 രൂപയുടെ ഉറപ്പായുള്ള സമ്മാനം നേടാനുള്ള ഗെയിമാണ്. എന്താ വിജൃംഭിച്ച് നിൽക്കുന്ന മുഖം? കുഴപ്പമില്ല, ഓക്കെയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ചേച്ചി റെഡിയാണല്ലോ അല്ലേ? ഞാൻ കൗണ്ട് ഡൗൺ തുടങ്ങിയാണ്. 120 സെക്കൻഡിനുള്ളിൽ 1, 2, 3, 4, 5 കുപ്പി ഗ്ലാസ് വെക്കുക. ഗ്ലാസിനകത്ത് ബോൾ ഇടുക, ബോൾ കൊണ്ടുപോയി ഇവിടെ വെക്കുക. നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. കയ്യാലപ്പുറത്ത് ഗെയിം സ്റ്റാർട്ട്. 120 സെക്കൻഡിനുള്ളിലാണ് ഈ ഗെയിം ചെയ്യേണ്ടത്. ശ്രദ്ധിച്ചു വെക്കുക, എളുപ്പമുള്ള ഒരു ഗെയിമാണ്. ഇഷ്ടംപോലെ സമയമുണ്ട്. ബോൾ ഇടുക. എല്ലാവരും 10 സെക്കൻഡ് കഴിഞ്ഞ് നല്ല കയ്യടി കൊടുക്കുക കേട്ടോ. നല്ലൊരു കയ്യടി കൊടുക്കുക. ഓർണം. ഓക്കെ, 120 സെക്കൻഡിനുള്ളിൽ ചെയ്യണം. രണ്ടാമത്തെ കുപ്പി അടുത്ത് മറിഞ്ഞു പോകരുത്. ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് വെക്കാം. അതൊക്കെ വൃത്തിയായിട്ട് ശ്രദ്ധിച്ചു ചെയ്താൽ ഉറപ്പായിട്ടും ഒരു എൻട്രി ഗെയിമാണ്. ഓ, വെരി ഗുഡ്. ഓക്കെ, സമയം ഇനിയുണ്ട്. തീർച്ചയായിട്ടും ഉറപ്പായും ആദ്യത്തെ ഗെയിമിൽ ശാലിനി ചേച്ചി വിന്നറാകാൻ പോവുകയാണ്. ഇനിയുണ്ട് സമയം. 3 കുപ്പിയില്ല, എല്ലാ കുപ്പിയും. സമയം എത്ര സെക്കൻഡ് കൂടെ ഉണ്ട്? സമയം തീർച്ചയായിട്ടും ലാസ്റ്റത്തെയാണ്. ഓ, ശ്രദ്ധിച്ച സെക്കൻഡുകളോളം സമയം ശ്രദ്ധിച്ചു വെക്ക. സെക്കൻഡ് ബാക്കിയുണ്ട്. ആദ്യത്തെ ഗെയിമിൽ തന്നെ ശാലിനി ചേച്ചി എൻട്രി ആയിരിക്കുകയാണ്. ഓക്കെ, തീർച്ചയായിട്ടും ഉറപ്പുള്ള ആദ്യത്തെ ഗെയിമിലെ ആദ്യത്തെ സമ്മാനം 1000 രൂപ. സി കേരളം സൂപ്പർ പമ്പറിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ശാലിനി ചേച്ചിയാണ്. ആദ്യത്തെ ഗെയിമില് ചേച്ചി 1000 രൂപ നേടിയിരിക്കുകയാണ്. 1000 രൂപ നമ്മൾ തമ്മിൽ കടമുണ്ടല്ലേ? 1000 രൂപ ഞാൻ ചേച്ചിക്ക് തീർച്ചയായിട്ടും തരും. ആദ്യത്തെ ഗെയിമിലെ 1000 രൂപ തീർച്ചയായിട്ടും ചേച്ചി നേടിയിരിക്കുകയാണ്. നല്ലൊരു കയ്യടി. ഓക്കെ, ശാലിനി ചേച്ചി അടുത്ത ഗെയിമിലേക്ക് പോകാൻ റെഡിയല്ലേ? റെഡിയാണോ? റെഡിയാണ്. തീർച്ചയായിട്ടും 2000 രൂപയുടെ ഗെയിമാണ് നടക്കാൻ പോകുന്നത്. സി കേരളം സൂപ്പർ പമ്പറിൽ ശാലിനി ചേച്ചിയാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. 1000 രൂപ ചേച്ചി അടിച്ചു മാറ്റുമല്ല, കളിച്ചു നേടുകയാണ് ചെയ്തത്. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. ഏത് ഗെയിമാണ്, പണിപ്പെട്ടിൽ എന്ത് പണിയാണ് ചേച്ചിക്ക് വേണ്ടി ഇരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചേച്ചിക്കുള്ള അടുത്ത പണി 8ന്റെ പണി. 2000 രൂപയ്ക്കുള്ള മത്സരം. കളിക്കുവാനായിട്ടുള്ള ഗെയിമിന്റെ പേരാണ് വാ ഇവിടെ. നമുക്ക് ഏതായാലും ഗെയിം എന്താണെന്നറിയാം. ഗെയിം സ്റ്റാർട്ട് ചെയ്യണം. സി കേരളം സൂപ്പർ ബമ്പറിൽ നമ്മുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ശാലിനി ചേച്ചിയാണ്. അടുത്ത ഗെയിമിലേക്ക് പോകാം. 2000 രൂപയുടെ ഗെയിം. 100 സെക്കൻഡിനുള്ളിൽ വാ ഇവിടെ എന്ന് പറയുന്ന ഗെയിമാണ്. ഇത് രണ്ടും കൂടെ ഇങ്ങനെ പിടിക്കുക. ഇടുക, ബോൾ എടുക്കുക. ഈ 2 കോലുകൊണ്ട്, കമ്പ് കൊണ്ട് ഇങ്ങനെ പിടിച്ചെടുക്കുക. നിശ്ചിത അകലത്തിൽ ഇവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാർക്കിന്റെ അപ്പുറത്ത് പോകരുത്. ഇങ്ങനെ നിന്ന് 2 ബോൾ ഇട്ടാൽ മതി. 2 ബോൾ 100 സെക്കൻഡിനുള്ളിൽ ഇടുക. കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. രണ്ടാം ലെവലിലേക്കാണ് ശാലിനി ചേച്ചി മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. ചേച്ചി റെഡിയല്ലേ? ഗെയിം സ്റ്റാർട്ട്. കയ്യടി, മാക്സിമം കയ്യടി. കക്ഷത്തിൽ പിടിച്ചിട്ട്, കക്ഷത്തിൽ വെച്ചിട്ട് ചേച്ചി ചുരുക്കി പിടിക്കും. റെഡി, തുടങ്ങിക്കോളൂ.
എളുപ്പമുള്ള ഗെയിമാണ്. ചേച്ചി ഒന്ന് ബാലൻസ് നോക്കി ചേച്ചി, എളുപ്പമാണ്. ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ 2 വിട്ടാൽ മതി ചേച്ചി, 2 തീർച്ചയായിട്ടും. അല്ല, ഇതിന് പുറകെ പിടിക്കണം, 30 സെക്കൻഡ് പുറകെ പിടിക്കണം. ഓക്കെ ചേച്ചി, 30 സെക്കൻഡിനുള്ളിൽ 2. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. 2000 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു കയ്യടി. ഏതായാലും 2000 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. ഏതായാലും ഗെയിം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 3ാമത്തെ ഗെയിമിൽ മത്സരിക്കാൻ, 3ാമത്തെ ലെവലിൽ മത്സരിക്കാൻ ചേച്ചി തയ്യാറാണോ? തയ്യാറാ. ഒരെണ്ണം എടുത്തോ. എന്ത് പണിയാണെന്ന് നമുക്ക് നോക്കാം. അടുത്ത ഗെയിം ഏതാണെന്ന് നമുക്ക് നോക്കാം. അടുത്ത ഗെയിമിന്റെ പേരാണ് ഇഷ്ടിക വണ്ടി. ഇഷ്ടിക വണ്ടി എന്താണെന്ന് അറിയണ്ടേ? നമുക്ക് ഈ ഗെയിം തുടങ്ങണം. കുറെ നേരമായിട്ട് എന്റെ ശബ്ദവിന്യാസം കേട്ട് നിങ്ങൾ വെറുത്ത് നിൽക്കുകയാണെന്ന് എനിക്കറിയാം. നമുക്ക് നല്ലൊരു പെർഫോമൻസ് കണ്ടിട്ട് തിരിച്ചു വരാം. ഒരു പൊന്നാട അണിയിക്കുന്നതിന് പകരം നമുക്ക് നല്ലൊരു സമ്മാനം കൊടുക്കാം അല്ലേ? ഒരു നല്ല കയ്യടി. അടിപൊളി. ഹാപ്പി അല്ലേ? കാപ്പി കുടിച്ചോ? ആ വാ, ഇവിടെ എല്ലാരും വാ വാ എന്ന് പറയുന്നത്. കുടിച്ചെന്ന് പറ. കുടിച്ചു. പേരെന്താ? ആനന്ദ്ലാൽ. ആനന്ദ്ലാൽ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ൽ അല്ലേ? ഓക്കെ. എന്തിനാ കരയുന്നത്? എന്തിനാ? ആനന്ദാശ്രുവാണോ? അല്ല. ഓക്കെ, സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ, അടിപൊളി. അപ്പോൾ നമ്മുടെ അടുത്ത ഗെയിം ഇഷ്ടിക വണ്ടി. ഇഷ്ടിക വണ്ടി എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇവിടെ 2 ഇഷ്ടിക ഇട്ടിട്ടുണ്ട്. ഇതിൽ കയറി നിൽക്കുക. ഇവിടെ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട എടുത്ത് വെക്കുക. എന്നിട്ട് ഈ കയ്യിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും കുനിഞ്ഞ് ഒരു കട്ട മാറ്റുക, കാല് വെക്കുക, അടുത്ത കൈ കൊണ്ട് അടുത്ത കട്ട എടുത്ത് വെക്കുക. അങ്ങനെ 80 സെക്കൻഡിനുള്ളിൽ ഒരു മുട്ട നിങ്ങളിവിടെ കൊണ്ട് വെച്ചാൽ മതി. 80 സെക്കൻഡിനുള്ളിൽ ഒറ്റ മുട്ട. ആ കട്ടയിൽ മുട്ട താഴെ വീണ് പൊട്ടരുത്, പൊട്ടാതെ തന്നെ വേണം. എളുപ്പമുള്ളൊരു ഗെയിമാണ്. ശ്രദ്ധിച്ച് ചെയ്യുക. കാരണം ഇതൊരു ബാലൻസിങ് ആയി കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു ഗെയിമാണ്. പലയിടത്തും ചെയ്ത് നോക്കി വിജയിച്ച ഒരു ഗെയിമാണ്. ഒരു ബാലൻസിങ് തുടക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി വിഷമം തോന്നും. എങ്കിൽ തന്നെയും ആദ്യത്തെ ഒരു 5-6 സെക്കൻഡ് ഒന്ന് ബാലൻസ് ആകുന്നവരെ ഉള്ള കുഴപ്പമുള്ളൂ. പിന്നെ ബാലൻസ് ആയി കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ളൊരു ഗെയിമാണിത്. ഇഷ്ടിക വണ്ടി ഗെയിം സ്റ്റാർട്ട്. സമയം. നല്ല കയ്യടി കൊടുക്കണം. നന്നായിട്ട് കയ്യടിക്കുക. ശ്രദ്ധിക്കുക ചേച്ചി. ചേച്ചി 80 സെക്കൻഡാണ് സമയം. ബാലൻസ് ചെയ്യുക. പതുക്കെ. ആദ്യത്തെ ഒരു പ്രശ്നം, നിലത്തിറങ്ങരുത്. ഒരു കട്ടയിൽ നിൽക്കുക. താണ്ട പോണു. കയ്യടിക്കുക. നിങ്ങൾ കയ്യടിക്കുക, പ്രോത്സാഹിപ്പിക്കുക. സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. എളുപ്പമുള്ള ഗെയിമാണ്. എടുക്കുക ചേച്ചി. വെരി ഗുഡ്, വെരി ഗുഡ്. 40 സെക്കൻഡായി. ബാലൻസ് ആയി കഴിഞ്ഞാൽ ഒക്കെയാണ്. ചേച്ചി എളുപ്പമാണ് ചേച്ചി. ബാലൻസ് ആയി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. കാല് 2 നേരെ തിരിച്ചു വെച്ചാൽ മതി. ഇങ്ങനെ വെക്കേണ്ടത്. കാല് നിലത്ത് കുത്താതെ
ഓക്കെയാണ്. അങ്ങനെ നിൽക്കുക, അങ്ങനെ ഉണ്ടോ? മനസ്സിലായോ? ബുദ്ധിപരം അങ്ങനെ ഇടാം, അങ്ങനെ ഇടാം. ആ വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കാല് നിലത്ത് കുത്തരുത്. 10, 9, താഴെ ഇറങ്ങരുത്. 9, 8, 7, ഓ താഴെ ഇറങ്ങരുത്. 6, 5, 4, 3, 2. ഇത് കണക്കിൽ കൂട്ടാൻ പറ്റുമോ? പറ്റാവോ? എന്താണ്? എന്തോ കാല് തറ ഊന്നിപ്പോയി. ആരെങ്കിലും ഉണ്ടോ? എന്താണ്? ജയിക്കുമോ? അത് ജയിച്ചോ? വാ. കാല് നല്ല തറയൂറിപ്പോയി. കാല് നല്ല തറയൂറിപ്പോയി. നിങ്ങളുടെ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് പറഞ്ഞേ. ശരി, എന്തോ പ്രോത്സാഹനമായിട്ട് ജയിപ്പിക്കാൻ പറ്റത്തില്ല. ഗെയിമിന്റെ കാര്യമാണ് ചോദിച്ചത്. ഇത് ശരിയായിരുന്നോ എന്നാ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ പലരെയും നമുക്ക് ജയിപ്പിക്കണ്ടേ? പറ. കാല് തറ ഊറി അല്ലേ? അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടായിരുന്നു നമുക്ക് ജയിപ്പിച്ചു വിടാമായിരുന്നു. എല്ലായിടത്തും തല കുത്തി അല്ലേ? ഏതായാലും ചേച്ചി ജയിക്കണം തന്നെയായിരുന്നു നമ്മുടെ ആഗ്രഹം അല്ലേ ചേച്ചി? ശരിയല്ലേ? കാല് നിറ കുത്തി അല്ലേ? തീർച്ചയായിട്ടും മനസ്സിലായി. പക്ഷെ നമ്മുടെ ഒരു ഗെയിമിന്റെ ഒരു ഫോർമാലിറ്റിയും ഒക്കെ വെച്ച് ഓരോ ഗെയിമും വിഷമം കൂടി തന്നെയാണ് വരുന്നത്. ഞാൻ ചേച്ചിക്ക് പറഞ്ഞു മനസ്സിലായല്ലോ. അവസാനം ശരിച്ചിട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞ എളുപ്പമുള്ള ഗെയിം തന്നെയാണ്. ഒന്ന് ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ ബാലൻസ് അതിൽ നിൽക്കാൻ പറ്റത്തില്ല. ഒരു സാരമില്ല. ഏതായാലും അൺഫോർച്ചുനേറ്റ്ലി ചേച്ചി ചെയ്തു, പറ്റുന്ന പോലെ ഒക്കെ ചെയ്തു. കാരണം ഇത്രയും ബുദ്ധിമുട്ടി, കാരണം ഇത്രയും വണ്ണമുണ്ട് ചേച്ചിക്ക്. ആ ബാലൻസ് ചെയ്യാതെ ചെയ്ത് കുറേയൊക്കെ കാല് നിലത്ത് കുത്തി. എങ്കിൽ തന്നെയും ഇവർക്ക് ഇവരുടേതായ ഒരു ഫോർമാലിറ്റി ഉണ്ട് അല്ലേ? നമുക്ക് എല്ലാവർക്കും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു റൂൾസ് ഉണ്ട്. കാരണം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. എന്തായാലും സാരമില്ല. അടുത്ത തവണ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കണം. ഇതൊരു വിജയത്തിന്റെ അല്ലേ തുടക്കമാണ്. അത്രേ ഉള്ളൂ. മത്സരിക്കാൻ വേണ്ടി വന്നതല്ല. എന്നിട്ട് നമ്മൾ ഇത്രയാക്കിയിട്ടുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഏതായാലും ഫസ്റ്റ് ടൈം ആണല്ലേ? ഏതായാലും നല്ലൊരു കൈയ്യടി കൊടുത്തേ ചേച്ചിക്ക്. നമ്മുടെ പ്രിയങ്കരിയായ ശാലിനി ചേച്ചിക്ക് കരിപ്പൂരിന്റെ അഭിമാനമാണ് ചേച്ചി. അതിൽ ഇത്ര എത്തിയല്ലോ. ഏതായാലും ഒരുപാട് വിഷമമുള്ള കാര്യം തന്നെയാണ്. ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഒക്കെയുള്ള നാടാണ് കരിപ്പൂർ അല്ലേ? കരിപ്പൂരിനെ കുറിച്ച് എന്താ പറയാനുള്ള ചേച്ചിക്ക്? ഞാൻ ജനിച്ചു വളർന്ന നാടല്ലേ? അതല്ലേ? സ്നേഹം മാത്രം. സ്നേഹം, ഒരുപാട് കഴിവുള്ളവരും ഉണ്ട്. ഒരുപാട് എഴുത്തുകാരും പല മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. തൊട്ടടുത്ത് തന്നെ എഴുതുന്ന ഒരാളുണ്ട്. പേരെന്താണ്? രാംകിഷോർ എന്നാണ്. രാംകിഷോർ. എല്ലാവരും ഫേമസ് ആളുകൾ തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരുപാട് കലാകാരികൾ ഉന്നതിയിലെത്തട്ടെ. ഡാൻസ് കളിച്ച കുട്ടികളുണ്ട്, പാട്ടുപാടികളുണ്ട്. എല്ലാവരും ഗംഭീരമായിട്ട് തന്നെ ചെയ്തു. ചേച്ചിക്ക് എന്തായാലും 1000 രൂപയാണ് സമ്മാനം കേട്ടോ. 1000 രൂപ സമ്മാനം കിട്ടി. നല്ലൊരു കൈയടി. ഏതായാലും കരിപ്പൂരിൽ നിന്ന് പോകുമ്പോൾ ഒരു വിഷമം മനസ്സിൽ നിൽപ്പുണ്ട്. കാരണം ഇത്രയും നല്ല സ്നേഹമുള്ള ആളുകളുടെ നടുവിൽ നിന്ന് പെട്ടെന്ന് പോവുക. ഇവർക്ക് ഒരു സൂപ്പർ ബമ്പർ കൊടുത്തിട്ട് പോകണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. കരിപ്പൂര് നിന്ന് വിട്ടുപോവുകയല്ല. സൂപ്പർ ബമ്പറിൻ്റെ ഒരു ഷോ സി കേരളം ഉടനെ തന്നെ സൂപ്പർ ബമ്പറുമായി വീണ്ടും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഊർജ്ജസ്വലമായിട്ട് നമുക്ക് കളിക്കണം. ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ കഴിഞ്ഞതിൽ. ചിരിയും ചിന്തയും തമാശയും സമ്മാനങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. നിറമുള്ള ചോദ്യങ്ങളും സൂപ്പർ ബമ്പറുകളുമായി ഒരുപക്ഷെ നാളെ നിങ്ങളുടെ നാട്ടിലും നഗരത്തിലും ഞങ്ങൾ ഉണ്ടാവാം. അതുവരേക്കും വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം സൂരജ് പാലാക്കാരൻ.